വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് കേട്ടോ. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം എന്നാണ് 17-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അതുപോലെ നമ്മൾ 2 മോഡൽ പേപ്പേഴ്സ് സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ മോഡൽ പേപ്പേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ, അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് NCERT ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിട്ടുള്ളവയിൽ FL1 ലൈസൻസ് ലഭിച്ച സ്ഥാപനങ്ങൾ 200 മീറ്ററിനുള്ളിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്തവ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ FL1 ലൈസൻസ് ലഭിച്ച സ്ഥാപനങ്ങൾ 200 മീറ്ററിനുള്ളിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്തവ ഏതൊക്കെയാണ് വരുന്നത്? ക്ഷേത്രം, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയൊന്നും ഇതിനുള്ളിൽ പ്രവർത്തിക്കാൻ പാടില്ല. എന്നാൽ ഹോട്ടലുകളും മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഇതിനുള്ളിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നവയാണ് കേട്ടോ. ഹോട്ടലുകൾ, മെഡിക്കൽ സ്റ്റോർസ് ഒക്കെ എന്താണ് 200 മീറ്ററിനുള്ളിൽ പ്രവർത്തിക്കാൻ പാടുള്ളവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യരെ സൈക്കോ ആക്കി മാറ്റുന്ന അസ്ഥിര രാസപദാർത്ഥങ്ങൾ ഏതാണ്? മനുഷ്യരെ സൈക്കോ ആക്കി മാറ്റുന്ന അസ്ഥിര രാസപദാർത്ഥങ്ങൾ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇൻഹാലൻറ്റുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചേരുംപടി ചേർക്കുക. അബ്കാരി ആക്റ്റുകളാണ്, അതുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് അല്ലേ നോക്കാം. അബ്കാരി ആക്ട് സെക്ഷൻ 4. അബ്കാരി ആക്ട് സെക്ഷൻ 4 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അബ്കാരി ഓഫീസറെ ഗവൺമെൻറ് നിയമിക്കുന്നു എന്ന് പറയുന്നതാണ് അബ്കാരി ആക്ട് സെക്ഷൻ 4. അബ്കാരി ഓഫീസറെ ഗവൺമെൻറ് നിയമിക്കുന്നു എന്ന് പറയുന്നു. ഇനി അബ്കാരി ആക്ട് സെക്ഷൻ 6. അബ്കാരി ആക്ട് സെക്ഷൻ 6 എന്തിലാണ് പറയുന്നത്? സെക്ഷൻ 6 പറയുന്നത് എന്താണ്? ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അനുമതിയില്ലാതെ ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ അനുമതിയില്ലാതെ ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അബ്കാരി ആക്ട് ഏതിലാണ്? സെക്ഷൻ 6ലാണ്. സെക്ഷൻ 6ലാണ്. ഇനി സെക്ഷൻ 8 എന്താണ് പറയുന്നത്? സെക്ഷൻ 8 എന്താണ് പറയുന്നത്? ചാരായ നിരോധനത്തെക്കുറിച്ച് പറയുന്നതാണ്. 8 എന്താണ് പറയുന്നത്? ചാരായ നിരോധനത്തെക്കുറിച്ച് പറയുന്നു. ഇനി സെക്ഷൻ 10 എന്താണ് പറയുന്നത്? സെക്ഷൻ 10 പറയുന്നത് എന്താണ്? മദ്യത്തിൻ്റെയോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണെന്ന് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 10 വരുന്നത്. മദ്യത്തിൻ്റെയോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണെന്ന് പ്രതിപാദിക്കുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതായത് സെക്ഷൻ 4 പറയുന്നത് അബ്കാരി ഓഫീസറെ ഗവൺമെൻറ് നിയമിക്കുന്നു. ഇനി സെക്ഷൻ 6 പറയുന്നതാണ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന് അനുമതിയില്ലാതെ ലഹരി വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. സെക്ഷൻ 8 പറയുന്നതാണ് ചാരായ നിരോധനം. സെക്ഷൻ 10 പറയുന്നതാണ് മദ്യത്തിൻ്റെയോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദനീയമാണെന്ന് പ്രതിപാദിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്ന പ്രസ്താവനകളിൽ അബ്കാരി ആക്ട് 1977 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ അബ്കാരി ആക്ടുമായിട്ടാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1977 ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 11 ശരിയാണ്. സെക്ഷൻ 11 എന്നാ പറയുന്നത് മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്തുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 11. കള്ള് ചെത്തുന്നതിനുള്ള ലൈസൻസ് നൽകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 21. കള്ള് ചെത്തുന്നതിനുള്ള ലൈസൻസ് നൽകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് സെക്ഷൻ 21. ചേരുംപടി ചേർക്കുകയാണ് അടുത്തതും. 1985 ഓഗസ്റ്റ് 23 എന്താണ് സംഭവിച്ചത്? 1985 ഓഗസ്റ്റ് 23 നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പേപ്പർ ചെയ്തപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. എന്താണ് 1985 ഓഗസ്റ്റ് 23 എന്താണ് സംഭവിച്ചത്? NDPS ബില്ല് ലോക്സഭ പാസ്സാക്കി. ഇനി 1985 സെപ്റ്റംബർ 16 NDPS ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചു. NDPS ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1985 സെപ്റ്റംബർ 16 1985 നവംബർ 14 1985 നവംബർ 14
NDPS ആക്ട് നിലവിൽ വന്നു. NDPS ആക്ട് നിലവിൽ വന്നു. അപ്പോൾ NDPS ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 1985 ഓഗസ്റ്റ് 23-നാണ്. NDPS ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1985 സെപ്റ്റംബർ 16-നാണ്. NDPS ആക്ട് നിലവിൽ വന്നത് 1985 നവംബർ 14-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മദ്യനിരോധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇതെപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. ഇന്ത്യൻ ഭരണഘടനയിൽ മദ്യനിരോധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47 ആർട്ടിക്കിൾ 47. അബ്കാരി ആക്ട് 1977 സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 1977 സെക്ഷൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്കാരി ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 72 കേട്ടോ, 72ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ ഒരു ദേശീയ ഫണ്ട് രൂപീകരിക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ ഏതാണ്? മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ ഒരു ദേശീയ ഫണ്ട് രൂപീകരിക്കണം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ ഏതാണ്? NDPS ആക്ട് 77A. നെക്സ്റ്റ്, IT ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചാരണം എന്നീ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്താണ്? IT ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയിലുള്ള പ്രദർശനം, പ്രചാരണം എന്നീ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? യെല്ലോ ലെയിൻ. നെക്സ്റ്റ്, കോട്ട്പ ആക്ട് പ്രകാരം എത്ര മുറികളുള്ള ഹോട്ടലുകളിലാണ് പ്രത്യേക സ്മോക്കിംഗ് ഏരിയ സജ്ജീകരിക്കേണ്ടത്? കോട്ട്പ ആക്ട് പ്രകാരം എത്ര മുറികളുള്ള ഹോട്ടലുകളിലാണ് പ്രത്യേക സ്മോക്കിംഗ് ഏരിയ സജ്ജീകരിക്കേണ്ടത്? എത്രയാണ്? 30. കേരളത്തിൽ എത്ര ലിറ്റർ ബിയർ വരെ കാറിൽ കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട്? കേരളത്തിൽ എത്ര ലിറ്റർ ബിയർ വരെ കാറിൽ കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ട്? എത്രയാണ്? 3.5 ലിറ്റർ. സാധാരണ FL1 ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്താം? സാധാരണ FL1 ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന നടത്താനായിട്ട് പറ്റും? എത്രയാണ്? 12 മണിക്കൂർ. ENA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ENA എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. മദ്യമയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ തടയാൻ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചാരണ പരിപാടി ഏതാണ്? മദ്യമയക്കുമരുന്ന്, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ തടയാൻ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ കേരള സർക്കാർ 2015 ആരംഭിച്ച പ്രചാരണ പരിപാടി ഏതാണ്? സുബോധം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ്? 1984. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നതിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? സെക്ഷൻ 43A പ്രകാരം ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുവാനായിട്ട് ബാധ്യസ്ഥൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? കമ്പനി, വ്യക്തി, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം. കമ്പനിയും വ്യക്തിയും പാർട്ട്ണർഷിപ്പ് സ്ഥാപനവും കൂടി 3 മൂന്നും നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. NDPS ആക്ട് എവിടെയൊക്കെയാണ് ബാധകമാകുന്നത്? NDPS ആക്ട് എവിടെയൊക്കെയാണ് ബാധകമാവുന്നത്? എവിടെയൊക്കെയാണ്? ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും, ഇന്ത്യക്ക് പുറമേയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലിലും വിമാനങ്ങളിലുള്ള എല്ലാ വ്യക്തികൾക്കും. എവിടേക്കാണ് NDPS ആക്ട് ബാധകമാകുന്നത്? ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും, ഇന്ത്യക്ക് പുറമേയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലിലും വിമാനങ്ങളിലും ഉള്ള എല്ലാ വ്യക്തികൾക്കും. നെക്സ്റ്റ്, IT ആക്ട് പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? IT ആക്ട് പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവ്. തന്നിരിക്കുന്നതിൽ വിമുക്തി മിഷനിൽ അംഗമല്ലാത്തത് ആരാണ്?
വിമുക്തി മിഷനിലെ അംഗമുള്ളത് ആരൊക്കെയാണ്? വിമുക്തി മിഷനിൽ ആരൊക്കെയാണ് അംഗം ഉണ്ടായിരിക്കുക? ആരോഗ്യ വകുപ്പ് മന്ത്രി ഉണ്ടാവും, ടൂറിസം മന്ത്രി, ഫിഷറീസ് മന്ത്രിയൊക്കെ എന്നാണ് വിമുക്തി മിഷനിൽ അംഗമുള്ളതാണ്. ഗവർണറാണ് ഇതിൽ വരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിമുക്തിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വിമുക്തിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ലഹരി വിമുക്ത കേരളം. ലഹരി വിമുക്ത കേരളം. വിമുക്തി മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ ആരാണ്? വിമുക്തി മിഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ കൺവീനർ ആരാണ്? എക്സൈസ് കമ്മീഷണറാണ്. എക്സൈസ് കമ്മീഷണറാണ്. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട 2014 ഓർഡർ പ്രകാരം മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരെയാണ്? വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് 2014 ഓർഡർ പ്രകാരം മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറെയാണ്. അബ്കാരി കേസിൽ സാക്ഷിയായ ഒരാൾ രേഖകൾ ഹാജരാക്കി തെളിവ് നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അബ്കാരി കേസിൽ സാക്ഷിയായ ഒരാൾ രേഖകൾ ഹാജരാക്കി തെളിവ് നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 45-ാമത്തെ സെക്ഷനാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് നിലവിൽ വന്ന വർഷം 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾസ് നിലവിൽ വന്നത്. കനാബിസ് ചെടി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിച്ചിട്ടുള്ള NDPS നിയമവകുപ്പ് ഏതാണ്? കനാബിസ് ചെടി കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിച്ചിട്ടുള്ള NDPS നിയമവകുപ്പ് ഏതാണ്? സെക്ഷൻ 20. കനാബിസ് ചെടി കൃഷി ചെയ്താൽ ശിക്ഷ എന്താണ്? 10 വർഷം നീളാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. കനാബിസ് ചെടി കൃഷി ചെയ്താൽ ശിക്ഷ 10 വർഷം വരെ നീളാവുന്ന കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. നിർമ്മിക്കപ്പെട്ട മയക്കുമരുന്ന് വാങ്ങുന്നതോ വിൽക്കുന്നതോ കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന NDPS നിയമവകുപ്പ് ഏതാണ്? നിർമ്മിക്കപ്പെട്ട മയക്കുമരുന്ന് വാങ്ങുന്നതോ വിൽക്കുന്നതോ കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന നിയമവകുപ്പ് ഏതാണ്? സെക്ഷൻ 21. NDPS നിയമത്തിലെ 21-ാം വകുപ്പ് പ്രകാരം ലഹരി വസ്തു വാണിജ്യ അളവിലാണെന്നുണ്ടെങ്കിൽ വാണിജ്യ അളവിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ പിഴ എത്ര രൂപ വരെയാണ്? 1 ലക്ഷം രൂപ വരെയാണ്. ലഹരി വസ്തുവുമായി കടന്നു കളയാൻ സാധ്യതയുള്ള വ്യക്തിയെ മജിസ്ട്രേറ്റിനോ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥനോ മുന്നിൽ പെട്ടെന്ന് ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ സെർച്ച് നടത്തുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ലഹരി വസ്തുവുമായി കടന്നു കളയാൻ സാധ്യതയുള്ള വ്യക്തിയെ മജിസ്ട്രേറ്റിനോ ഗസറ്റഡ് ഉദ്യോഗസ്ഥനോ മുന്നിൽ പെട്ടെന്ന് ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ സെർച്ച് നടത്തുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 100 ഓഫ് CRPC. മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ ആശയവിനിമയ ഉപകരണങ്ങളോ വാങ്ങുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IT നിയമവകുപ്പ് ഏതാണ്? മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടറോ ആശയവിനിമയ ഉപകരണങ്ങളോ വാങ്ങുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IT നിയമവകുപ്പ് ഏതാണ്? സെക്ഷൻ 66B. ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ അയാളുടെ സ്വകാര്യ ഇടങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IT നിയമവകുപ്പാണ് സെക്ഷൻ 66E. ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെ അയാളുടെ സ്വകാര്യ ഇടങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IT നിയമവകുപ്പാണ് സെക്ഷൻ 66E. പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷനു ശേഷം കിട്ടുന്ന മൊളാസസിൻ്റെ നിറം എന്താണ്? പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷന് ശേഷം കിട്ടുന്ന മൊളാസസിൻ്റെ നിറം ഡാർക്ക് ബ്രൗൺ ആണ്. CH3OH എന്തിനെ സൂചിപ്പിക്കുന്നു? CH3OH മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോളാണ്. നേച്ചുറൽ വൈനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? നേച്ചുറൽ വൈനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? 8 മുതൽ 12% ബൈ വോളിയം. ടൈപ്പ് 2 12% ബൈ വോളിയം. ഷാമ്പെയിനിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോളിൻ്റെ അളവ് എത്രയാണ്? ഷാമ്പെയിനിൽ അടങ്ങിയിട്ടുള്ളത് 20 to 22% ബൈ വോളിയം. റെഡ് വൈറ്റ് എന്നിങ്ങനെ വൈനെ വേർതിരിക്കുന്നത് ഏത് റൂൾസാണ്? വൈനറി റൂൾസ് 1970. സാധാരണ നിലയിൽ വോഡ്ക നിർമ്മിക്കുന്നത് എന്തിൽ നിന്നാണ്? പൊട്ടാറ്റോ മൊളാസസിൽ നിന്നാണ് സാധാരണ നിലയിൽ വോഡ്ക നിർമ്മിക്കുന്നത്. ഫൈന് ഏതു തരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു? വിദേശ മദ്യം. ഔദ്യോഗിക ആവശ്യത്തിനായി പെർമിറ്റ് ഇല്ലാതെ റെക്ടിഫൈഡ് സ്പിരിറ്റ് കൈവശം വയ്ക്കാൻ കഴിയുന്നത് ആർക്കെല്ലാമാണ്? ഔദ്യോഗിക ആവശ്യത്തിനായി പെർമിറ്റ് ഇല്ലാതെ റെക്ടിഫൈഡ് സ്പിരിറ്റ് കൈവശം വയ്ക്കാൻ കഴിയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണ്. ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഏതാണ്? ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പിരിറ്റ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്.
FL3 ലൈസൻസ് പ്രകാരം മദ്യവിൽപ്പന അനുമതിയുള്ളവർ പള്ളികളിൽ നിന്നും എത്ര അകലം പാലിച്ചാണ് വിൽപ്പന നടത്തേണ്ടത്? 200 മീറ്റർ അകലെയാണ് വിൽപ്പന നടത്തേണ്ടത്. 750 മില്ലി മുതൽക്കുള്ള മദ്യ ബോട്ടിലുകളിൽ മദ്യപാനത്തിനെതിരായ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പ്രദർശിപ്പിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം എത്രയായിരിക്കണം? 0.3 mm മുതലാണ്. 750 മില്ലി മുതൽക്കുള്ള മദ്യ ബോട്ടിലുകളിൽ മദ്യപാനത്തിനെതിരായ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പ്രദർശിപ്പിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പം 0.3 mm മുതലായിരിക്കണം. അബ്കാരി നിയമത്തിലെ സെക്ഷൻ 3(8) എന്നിവ നിർവചിക്കുന്നു. കള്ളാണ് അബ്കാരി നിയമത്തിലെ സെക്ഷൻ 3(8). FL1 ലൈസൻസ് അനുവദിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? FL1 ലൈസൻസ് അനുവദിക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ബോണ്ടഡ് വെയർഹൗസ് നിർവഹിച്ചിരിക്കുന്ന അബ്കാരി നിയമവകുപ്പ് സെക്ഷൻ 3(2)(b)യിലാണ് ബോണ്ടഡ് വെയർഹൗസ് നിർവഹിച്ചിരിക്കുന്ന അബ്കാരി നിയമവകുപ്പ്. 2 വ്യത്യസ്ത ഇനം സ്പിരിറ്റിനെ തുല്യ അളവിലോ വ്യത്യസ്ത അളവിലോ കൂട്ടിച്ചേർക്കുന്നതിന് എന്താണ് അറിയപ്പെടുന്നത്? 2 വ്യത്യസ്ത ഇനം സ്പിരിറ്റിനെ തുല്യ അളവിലോ വ്യത്യസ്ത അളവിലോ കൂട്ടിച്ചേർക്കുന്നത് അറിയപ്പെടുന്നതാണ് ബ്ലെൻഡിങ് എന്നാണ്. സ്പിരിറ്റിനെ പ്യൂരിഫൈ ചെയ്യുന്നതോ നിറങ്ങളോ ഫ്ലേവറുകളോ ചേർക്കുന്നതായ എല്ലാ രീതിയെയും റെക്ടിഫിക്കേഷൻ എന്നതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമവകുപ്പ് ഏതാണ്? സ്പിരിറ്റിനെ പ്യൂരിഫൈ ചെയ്യുന്നതോ നിറങ്ങളോ ഫ്ലേവറുകളോ ചേർക്കുന്നതോ ആയ എല്ലാ രീതിയെയും റെക്ടിഫിക്കേഷൻ എന്നതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമവകുപ്പ് സെക്ഷൻ 3(20). ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമവകുപ്പ് ഏതാണ്? ചാരായ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന അബ്കാരി നിയമവകുപ്പ് സെക്ഷൻ 8(1). മദ്യം കൊണ്ടുപോകാനുള്ള അനുമതിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമവകുപ്പ് ഏതാണ്? മദ്യം കൊണ്ടുപോകാനുള്ള അനുമതിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമവകുപ്പ് ഏതാണ്? സെക്ഷൻ 11. ലൈസൻസ് ഇല്ലാതെ മദ്യം നിർമ്മിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ലൈസൻസ് ഇല്ലാതെ മദ്യം നിരോധിക്കുന്നത് സെക്ഷൻ 14. പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? പൊതുസ്ഥലങ്ങളിലെ മദ്യപാനം നിരോധിച്ചിരിക്കുന്നത് സെക്ഷൻ 15(c) ആണ്. 15(c) ആണ്. അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കാനോ ഉള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാണ്? അബ്കാരി നിയമത്തിൽ ലൈസൻസ് റദ്ദാക്കാനോ തിരിച്ചു വിളിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 26. അബ്കാരി ഓഫീസർമാരുടെ അധികാരങ്ങളും കടമകളും വിശദമാക്കുന്ന അധ്യായമാണ് അധ്യായം 8 അധ്യായം 8-ലാണ് അബ്കാരി ഓഫീസർമാരുടെ അധികാരവും കടമകളും വിശദമാക്കുന്നത്. അബ്കാരി നിയമപ്രകാരം സെർച്ച് നടത്താൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥന് റാങ്ക് എന്തായിരിക്കണം? ഡെപ്യൂട്ടി കളക്ടറാണ്. അബ്കാരി നിയമപ്രകാരം സെർച്ച് നടത്താൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥന് റാങ്ക് ഡെപ്യൂട്ടി കളക്ടറാണ്. അബ്കാരി കേസുകളിൽ വാറന്റ് ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് സെർച്ച് നടത്താൻ അനുമതി നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 31. അബ്കാരി കേസുകളിൽ വാറന്റ് ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് സെർച്ച് നടത്താൻ അനുമതി നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 31 ആണ്. ഒരു അബ്കാരി ഓഫീസറെ അയാളുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ പെരുമാറിയാൽ തടസ്സം വരുത്തിയ വ്യക്തിയെ വാറന്റോ അറസ്റ്റിനുള്ള ഓർഡറോ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണെന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമവകുപ്പാണ് സെക്ഷൻ 33. ഒരു അബ്കാരി ഓഫീസറെ അയാളുടെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തുന്ന രീതിയിൽ പെരുമാറിയാൽ തടസ്സം വരുത്തിയ വ്യക്തിയെ വാറന്റോ അറസ്റ്റിനുള്ള ഓർഡറോ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണെന്ന് വിശദമാക്കുന്ന അബ്കാരി നിയമവകുപ്പാണ് സെക്ഷൻ 33. അബ്കാരി നിയമത്തിൽ പ്രതിപാദിക്കുന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതായ വ്യക്തി തെറ്റായ പേരും വിലാസവും നൽകിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 35. മാനുഫാക്ചേർഡ് ഡ്രഗ്സ് നിർവഹിച്ചിരിക്കുന്ന NDPS നിയമവകുപ്പാണ് സെക്ഷൻ 2 സെക്ഷൻ 2. IT നിയമത്തിൽ 66(c) വകുപ്പ് കൂട്ടിച്ചേർത്ത വർഷം 2008-ലാണ് 66(c) വകുപ്പ് കൂട്ടിച്ചേർക്കുന്നത്. ചൈൽഡ് പോർണോഗ്രഫി കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന IT നിയമവകുപ്പാണ് 67(b). ചൈൽഡ് പോർണോഗ്രഫി കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് 67(b). IT നിയമത്തിലെ 67(a) വകുപ്പ് പ്രകാരമുള്ള കുറ്റം ആവർത്തിച്ചാലുള്ള തടവ് ശിക്ഷ 7 വർഷം വരെയാണ്. IT നിയമത്തിലെ 66-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടാണ് 66-ാം വകുപ്പ് വിശദീകരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് IT ഭാഗം പറയുന്നത്. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൽ ചോദിക്കുന്ന IT നിയമത്തെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, നെറ്റ്വർക്കുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് തെളിവ് നൽകുന്ന ശാസ്ത്രശാഖ ഏതാണ്? നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, നെറ്റ്വർക്കുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് തെളിവ് നൽകുന്ന ശാസ്ത്രശാഖയാണ് സൈബർ ഫോറൻസിക്സ്.
ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരസാങ്കേതിക രംഗത്തെ കുറ്റകൃത്യങ്ങളെ വിശകലനം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരസാങ്കേതിക രംഗത്തെ കുറ്റകൃത്യങ്ങളെ വിശകലനം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സൈബർ ഫോറൻസിക്സ്. ശേഖരിച്ച തെളിവുകളുടെ സത്യസന്ധതയെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഡാറ്റ വിശകലനം ചെയ്ത് നിയമാനുസരണം ഫലപ്രദമായി ഉപയോഗിക്കൽ എന്തിൻ്റെ ലക്ഷ്യമാണ്? ശേഖരിച്ച തെളിവുകളുടെ സത്യസന്ധതയെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഡാറ്റ വിശകലനം ചെയ്ത് നിയമാനുസരണം ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ആണ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ആധുനിക വിവര വ്യൂഹങ്ങളുടെ സഹായത്താൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ആധുനിക വിവര വ്യൂഹങ്ങളുടെ സഹായത്താൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. ഇനി സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വ്യാജ സന്ദേശം, ദേശസുരക്ഷയെ ഹനിക്കലൊക്കെ എന്താണ്? ഇതിന് ഉദാഹരണങ്ങളാണ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിൽ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ്. സോഫ്റ്റ്വെയറുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയുമെല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ രീതിയിൽ മാറ്റം വരുത്തുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറുകളെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയുമെല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ രീതിയിൽ മാറ്റം വരുത്തുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് സൈബർ സ്ക്വാട്ടിംഗ്. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് സൈബർ സ്ക്വാട്ടിംഗ്. കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലെ ഡാറ്റയും വിവരങ്ങളും എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാനുള്ള ഭാരത സർക്കാരിൻ്റെ നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നാ പറയുന്നത് കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലെ ഡാറ്റയും വിവരങ്ങളും എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാനുള്ള ഭാരത സർക്കാരിൻ്റെ നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. നെറ്റ്വർക്ക് സേവനദാതാവിൻ്റെ ബാധ്യതകൾ, ആധികാരികത വരുത്തൽ, ഡിജിറ്റൽ ഒപ്പ്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ പരാമർശിക്കുന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. നെറ്റ്വർക്ക് സേവനദാതാവിൻ്റെ ബാധ്യതകൾ, ആധികാരികത വരുത്തൽ, ഡിജിറ്റൽ ഒപ്പ്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ പരാമർശിക്കുന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഇലക്ട്രോണിക് ഡാറ്റ കൈമാറ്റത്തിലൂടെയുള്ള ഇടപാടുകൾക്കും മറ്റ് ഇലക്ട്രോണിക് ആശയവിനിമയ രീതികൾക്കും അംഗീകാരം നൽകുന്ന ഇന്ത്യയിലെ നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 പറയുന്നത്. ഇലക്ട്രോണിക് ഡാറ്റ കൈമാറ്റത്തിലൂടെയുള്ള ഇടപാടുകൾക്കും മറ്റ് ഇലക്ട്രോണിക് ആശയവിനിമയ രീതികൾക്കും അംഗീകാരം നൽകുന്ന ഇന്ത്യയിലെ നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. പേപ്പർ ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തിന് പകരമുള്ള മാർഗങ്ങൾ നൽകുകയും ഏജൻസികളുടെ രേഖകൾ ഇലക്ട്രോണിക്കായി ഫയൽ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. പേപ്പർ ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തിന് പകരമുള്ള മാർഗങ്ങൾ നൽകുകയും ഏജൻസികളുടെ രേഖകൾ ഇലക്ട്രോണിക്കായി ഫയൽ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഇലക്ട്രോണിക് ആശയവിനിമയത്തിന് നിയമപ്രാബല്യം നൽകുകയും ഇന്ത്യയിലെ വാണിജ്യത്തിന് നിയമപരമായ അടിത്തറയൊരുക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഇലക്ട്രോണിക് ആശയവിനിമയത്തിന് നിയമപ്രാബല്യം നൽകുകയും ഇന്ത്യയിലെ വാണിജ്യത്തിന് നിയമപരമായ അടിത്തറയൊരുക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്ന നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. IT വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക, വാണിജ്യം നിയന്ത്രിക്കുക, ഭരണത്തിന് സൗകര്യമൊരുക്കുക, സൈബർ കുറ്റങ്ങൾ തടയുക എന്നീ ലക്ഷ്യങ്ങളോടെ രൂപം നൽകിയ നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. IT വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക, വാണിജ്യം നിയന്ത്രിക്കുക, ഭരണത്തിന് സൗകര്യമൊരുക്കുക, സൈബർ കുറ്റങ്ങൾ തടയുക എന്നീ ലക്ഷ്യങ്ങളോടെ രൂപം നൽകിയ നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000.
ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17-നാണ്. 2000 ഒക്ടോബർ 17-നാണ് ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം നിലവിൽ വന്നത്. ചോദിച്ചിട്ടുണ്ടല്ലോ. വിവരസാങ്കേതിക വിദ്യാ നിയമം പാർലമെന്റ് ഭേദഗതി നടത്തിയ വർഷം ഏതാണ്? 2008-ലാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം പാർലമെന്റ് ഭേദഗതി നടത്തുന്നത്. ഇന്ത്യയിലെ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഭേദഗതി പ്രാബല്യത്തിലായത് എന്നാണ്? 2009 ഒക്ടോബറിലാണ് ഇന്ത്യയിലെ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത്. 2009 ഒക്ടോബർ. സൈബർ കുറ്റങ്ങളെ പറ്റി പ്രത്യേകം പ്രതിപാദിക്കുന്ന IT ആക്ടിലെ ഭാഗങ്ങളാണ് വകുപ്പ് 65 മുതൽ 74 വരെ. സൈബർ കുറ്റങ്ങളെ പറ്റി പ്രത്യേകം പ്രതിപാദിക്കുന്ന IT ആക്ടിലെ ഭാഗങ്ങളാണ് വകുപ്പ് 65 മുതൽ 74 വരെ. കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 65-ആണ്. കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ ആണ്. 2 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ ആണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്താണ്? 5 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയാണ്. മോഷ്ടിച്ച കമ്പ്യൂട്ടറും ആശയവിനിമയ സംവിധാനങ്ങളും വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? മോഷ്ടിച്ച കമ്പ്യൂട്ടറും ആശയവിനിമയ സംവിധാനങ്ങളും വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് വകുപ്പ് 66B. വകുപ്പ് 66B. മോഷ്ടിച്ച കമ്പ്യൂട്ടർ, ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്താണ്? മോഷ്ടിച്ച കമ്പ്യൂട്ടർ, ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്താണ്? 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയാണ്. 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ. ഐഡന്റിറ്റി മോഷണം നടത്തുന്നത് കുറ്റകരമാകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പാണ്? ഐഡന്റിറ്റി മോഷണം നടത്തുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 66C. ഐഡന്റിറ്റി മോഷണത്തിന് IT ആക്ടിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ ആണ്. ഐഡന്റിറ്റി മോഷണത്തിന് IT ആക്ടിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവാണ്. കമ്പ്യൂട്ടർ ഉപാധികൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പാണ് വകുപ്പ് 66D. കമ്പ്യൂട്ടർ ഉപാധികൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 66D. വകുപ്പ് 66D പ്രകാരമുള്ള ശിക്ഷ 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയാണ്. 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയാണ്. IT ആക്ടിൻ്റെ വകുപ്പ് 66E കുറ്റകരമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്താണ്? സ്വകാര്യതാ ലംഘനമാണ്. IT ആക്ടിൻ്റെ വകുപ്പ് 66E പറയുന്നത് എന്താണ്? സ്വകാര്യതാ ലംഘനം. സ്വകാര്യതാ ലംഘനത്തിന് IT ആക്ടിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയാണ്. 2 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയാണ്. സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? 66F. ജീവിതാവസാനം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന സൈബർ കുറ്റകൃത്യം ഏതാണ്? ജീവിതാവസാനം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന സൈബർ കുറ്റകൃത്യം ഏതാണ്? സൈബർ ഭീകരതയാണ്. ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നത് തടയുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 67ആണ്. ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നത് തടയുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 67. ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷ 2 മുതൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയുമാണ്. 2 മുതൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയാണ്. വകുപ്പ് 67 പ്രകാരമുള്ള കുറ്റം ആവർത്തിച്ചാലുണ്ടാകുന്ന ശിക്ഷ എന്താണ്? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ്.